ഇപ്പോൾ മറ്റൊരിടത്തേക്കാണ്. കേരളത്തിന്റെ അഭിമാനമായിരുന്ന ശംഖുമുഖം ബീച്ച് വീണ്ടും പൂർണ്ണമായും കടലെടുത്തിരിക്കുകയാണ്. ലക്ഷങ്ങൾ മുടക്കി പണിത റോഡും ഇരിപ്പിടങ്ങളും എല്ലാം ഇടിഞ്ഞു താഴ്ന്നു. അടിക്കടി ബീച്ച് തകരുന്നതിന്റെ കാരണം പഠിക്കാനോ ശാസ്ത്രീയ പുനർനിർമ്മാണം നടത്താനോ സർക്കാരോ ടൂറിസം വകുപ്പോ ഇതുവരെയും തയ്യാറായിട്ടില്ല. ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളുടെ പറുദീസയായിരുന്നു ഒരു കാലത്ത് തിരുവനന്തപുരത്തെ ശംഖുമുഖം ബീച്ച്. ഇന്ന് നമ്മൾ ഈ കാണുന്നത് പോലെ ബോർഡിൽ മാത്രം ബീച്ച് എന്ന പേരിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. കാറ്റേറ്റും കാഴ്ചകൾ കണ്ടും ജീവിതം ആസ്വദിക്കാൻ ഒരു നാളിൽ കേരളം ഒഴുകിയെത്തിയ തീരമായിരുന്നു ശംഖുമുഖം. 400 മീറ്ററോളം ഉണ്ടായിരുന്ന തീരം മുഴുവൻ കടൽ കാർന്നുകൊണ്ടുപോയ കാഴ്ചയാണ് ബാക്കി. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം വക ആറാട്ട് മണ്ഡപത്തിന് തൊട്ടടുത്ത് വരെ കടൽ കയറിയെത്തി. തീരഭംഗി ആസ്വദിച്ചിരുന്ന ഇരിപ്പിടങ്ങളെല്ലാം തകർന്നതോടെ തിരയിൽപ്പെട്ട് മറിഞ്ഞുകിടക്കുന്ന വള്ളങ്ങളും കാഴ്ചയായി മാറി. ഈ കടൽ കയറിയിട്ട് ഇപ്പോൾ ഒരു 2-3 മാസമായി. ഇനി കടൽ കുറയും, പിന്നും ഇതുപോലെ കൂടും. എത്രയോ വീടുകൾ നഷ്ടപ്പെട്ടത് ആ സൈഡിലൊക്കെ കിടക്കുന്നു. ഓരോ ഭവനമില്ലാത്തവരൊക്കെ കരയുന്നുണ്ട്, ഭവനമില്ലേ എന്ന്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പേരിൽ നിർമ്മിച്ചിട്ടുള്ള പാതകളും അതേപോലെ തന്നെ ഇരിപ്പിടങ്ങളും ഒക്കെയാണ് ഇപ്പോൾ കടൽ കയറി പോകുന്ന സാഹചര്യമുള്ളത്. സന്ദർശകരുടെ എണ്ണം കുറഞ്ഞതോടെ ബീച്ചിനോടനുബന്ധിച്ചുള്ള കച്ചവടക്കാരുടെ വരുമാനവും നിലച്ചു. ഇവിടെ ഒരു 3 വർഷത്തിന് മുമ്പേ പറഞ്ഞത് ബീച്ച് എല്ലാം നല്ല പുരോഗമിക്കുമെന്ന്. നിങ്ങളെല്ലാം നോക്കണം, മന്ത്രിമാരെല്ലാം നോക്കണം ബീച്ച് ഏതാണ് രീതിയിൽ പുരോഗമിച്ചിരിക്കുന്നതെന്ന്. ഒരു ശകലം റോഡ് കിട്ടുമെന്നും പറഞ്ഞ് അതൊരു പുരോഗമനമാകത്തില്ല. വിഴിഞ്ഞം പദ്ധതി തീരശോഷണത്തിന് പ്രധാന കാരണമാണെന്നും പരിഹാര മാർഗങ്ങൾ വേണമെന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യവും അവഗണിച്ചു. എന്തുതരം ഇടപെടലും തീരത്ത് നടത്തുന്നതിന് മുൻപ് നടത്തേണ്ട ശാസ്ത്രീയ പഠനങ്ങൾ ഒരു ഘട്ടത്തിലും നടത്തിയിട്ടില്ല. ബീച്ചിനോട് ചേർന്നുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഓരോ ദിവസവും കടൽ കയറി എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും പലപ്പോഴും മന്ത്രിമാർ പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ ശരിയാക്കാം, നാളെ ശരിയാക്കാം എന്നുള്ള വാദമൊക്കെ പൊള്ളവാക്കായി നിലനിൽക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എം എല്ലിനൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.